പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മച്ചാമാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരു കിണ്ണം കാഴ്ച ഒരു വ്ളോഗാണ്. അപ്പോൾ എന്താണ് കിണ്ണം കാഴ്ച വ്ളോഗ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഗൈസ്, ഡേ മൈ ലൈഫാണ്. അപ്പോൾ ഡേ മൈ ലൈഫ് എല്ലാ പ്രമുഖ യൂട്യൂബർമാരും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് ഒരു മച്ചൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മച്ചാനെ, ഞാനും ഇവിടെ തന്നെ ഉണ്ട്, ഖത്തറിലാണ്. അപ്പോൾ ഞാൻ എന്താണ് മീൻസ് എവിടെയാണെന്നും എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഇന്ന് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ചെയ്യണത്, ഞാനിവിടെയാണ്, ഖത്തറിലാണുള്ളത്. ഖത്തറിലൊരു വർക്ക്ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ തുറക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ സമയം 5-6 മണി ആവണുള്ളൂ. 5:30 കഴിഞ്ഞ് 5-6 മണിയായി. ഓക്കെ ഗൈസ്, കണ്ടില്ലേ, സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുള്ളൂ. ഉണ്ടോ, സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുള്ളൂ. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണത് ഇത് കണ്ടോ, നമ്മുടെ വർക്ക്ഷോപ്പ്. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഇവിടെയും കുറച്ച് വണ്ടികളുണ്ട്. ലാൻഡ് ക്രൂസർ തന്നെ മോഡിഫൈ ചെയ്തിട്ടുള്ള, നല്ല മോഡിഫൈഡ് പറഞ്ഞതെന്ന് വെച്ചാൽ മീൻസ് വേറെ ഒന്നുമില്ല ഗൈസ്. ഇത് കേട്ടോ, ചുമ്മാ മെനിപ്പോളിൽ ഒരു ഇൻഡക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കും, എയർ ഫിൽറ്റർ പൈപ്പ് പോലെ വെച്ചെടുക്കും, അങ്ങനെയുള്ള കാര്യം ഇതൊക്കെയാണ്. ഇതിൽ അകത്തൊന്നുമില്ല ഗൈസ്. ഇത് കാണിച്ചുതരാം, അകം കൂടി കാണിച്ചുതരാം. ഇത് കളറൊക്കെ കണ്ടോ, മഞ്ഞ കളർ. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേര്, ഏറ്റവും റൈസ് കേട്ടോ. തകിട് പാട്ട പോലെയാണ് ഇത്. വേണ്ട, റോൾ ഗേജ് ഇട്ടുണ്ട്. മറിഞ്ഞാലും, അപ്പോൾ അറബികൾ മറിഞ്ഞാലും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി റോൾ ഗേജും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ അടിച്ചു പൊളിച്ച് മൊത്തം ചവർ പോലെ കിടക്കണം കേട്ടോ. അതൊക്കെ ഉണ്ടോ, സീറ്റൊന്നുമില്ല, എല്ലാം ഒഴിവാക്കി കിടക്കണം. ഇത് റൈസിന് വേണ്ടിയിട്ടാണ്, ഡ്രിഫ്റ്റ് ചെയ്യാനില്ലേ, കര ഒന്ന് അതിന് വേണ്ടിയിട്ടാണ് ഗൈസ്. ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ബാറ്ററി പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത് വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ഈ കാണുന്നത്. ഇത് ഇത്തിരി റൈസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, റൈസിങ്, അത് ഇതേപോലെ റൈസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ വണ്ടി നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ ഗൈസ്, ഈ വണ്ടി കാണുമ്പോൾ ഏതുപോലെ തോന്നുന്നുണ്ട് ഗൈസ്? ഇത് നമ്മുടെ മാരുതി സുസുക്കി, നമ്മുടെ ജിപ്സി പോലെ തോന്നുന്നില്ല ഗൈസ്. പക്ഷെ ഇത് ജിപ്സി അല്ല ഗൈസ്, ഇതാണ് ഗൈസ് സാമുറായ്. സുസുക്കിയുടെ സാമുറായാണ് ഗൈസ്. അത്രത്തോളമൊന്നുമില്ല, ചെറിയ കുഞ്ഞ വണ്ടിയാണ്. ഉണ്ടോ, ഇതൊക്കെ വണ്ടി വർക്കിങ്ങിലാണ് കേട്ടോ. പക്ഷെ അത് മൊത്തം പുറത്ത് പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെ കൊണ്ട് വെച്ചിറക്കുകയാണ്. അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട് ഗൈസ്. ഇവിടെ കണ്ടില്ലേ, അടുത്ത വണ്ടി കൊണ്ടിട്ടിറക്കണം. ഫ്യൂവൽ ടാങ്കൊക്കെ ഇവിടെയാണ്, അലുമിനിയം ഫ്യൂവൽ ടാങ്ക് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ റൈസിന് ഇറക്കാനുള്ളത്, ഇതൊക്കെ കമ്പനി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ ഇവനൊരു ചായ കുടിക്കാൻ വേണ്ടി പോകും. പുറത്തൊരു, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, അപ്പോൾ അവിടെ ഒരു ചായ കുടിക്കാൻ പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു മച്ചൻ നമ്മളുടെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്, എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മച്ചാനെ, ഞാൻ ഇവിടെ സനയ ഇൻഡസ്ട്രി ഏരിയ, സനയ അൽറയൻ ഭാഗത്താണ് ഗൈസ്. അപ്പോൾ അൽറയൻ സനയ ഭാഗത്ത് ഇൻഡസ്ട്രി ഏരിയ 32 റീറ്റെയിൽ മാർട്ടിൻ്റെയൊക്കെ ഓപ്പോസിറ്റുമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ സ്ഥലമൊക്കെ അറിയായിരിക്കും. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമുക്കിത് കാലത്തിനിട്ട് പുറത്ത് പോകണമെങ്കിൽ തന്നെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇതാ അടുത്തൊരു ഗേറ്റ്. ജസ്റ്റ് ഒന്ന് ചാവി കണ്ടോ, ഇതുപോലെ ഇവിടെ വയ്ക്കും, തുറക്കുന്നു, പുറത്ത് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്കൂട്ടർ കണ്ടോ ഗൈസ്. ഇതിലാർക്കും ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഓട്ടിക്കുന്നില്ല. നമ്മുടെ അർബാബിന് ഹോട്ടൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
വണ്ടിയൊക്കെ ആയിരുന്നു. അത് പൂട്ടിയപ്പോൾ ഇവിടെ കൊണ്ടിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ ആരുടെയോ ഒരു സൈക്കിളുണ്ട് ഗൈസ്. പിന്നെ പോകുന്ന വഴി ഇതെങ്ങനെയൊക്കെയാണ്. ഇവിടെ കണ്ടോ, മേലെ നമ്മുടെ തന്നെ റൂമിൽ, നമ്മുടെ തന്നെ വർക്ക്ഷോപ്പിൻ്റെ ക്യാമ്പിൽ ആൾക്കാർ താമസിക്കുന്നതാണ് ആ സ്റ്റെയർ കേസിൽ കൂടെ ഉള്ളത്. പിന്നെ ഇതങ്ങോട്ട് പോവുക. കണ്ടോ, സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുള്ളൂ. ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, ഉദിച്ച് വരുന്നുള്ളൂ. സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് വണ്ടി, ഇത് നമ്മുടെ അല്ല ഗൈസ് വണ്ടി, ഇതൊക്കെ നമ്മളുടെ വണ്ടിയാണ്. ഇത് കണ്ടോ, വല്ല കാട്ടിലൊക്കെ കയറി പോകാനുള്ള വണ്ടി കണ്ടോ. ഇതൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്ന പണിക്ക് വരുന്ന വണ്ടികളാണ്. ഇതാ കിടക്കുന്നത് മൊത്തം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. കാലത്ത് അങ്ങോട്ട് പോയാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്, ഒരു റീറ്റെയിൽ മാർട്ട് അത് ആ ഭാഗത്താണ്. അപ്പോൾ അങ്ങോട്ട് പോയാലും ഒരു കടയുണ്ട്, ഒരു പക്കാല. നമ്മളിവിടെ പക്കാല എന്നാണ് പറയുന്നത് ഗൈസ്. നാട്ടിൽ നമ്മൾ പലചരക്കട അല്ലെങ്കിൽ ചായക്കട അതെല്ലാം കൂടി ഒന്നിച്ച് വരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്. പിന്നെ ഇങ്ങോട്ടാണ് കാലത്ത് ഗൈസ്, കാലത്ത് പറഞ്ഞെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഒരു കടയുണ്ട്, ഇവിടെ ഒരു കടയുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ വർക്ക്ഷോപ്പ് ഇത്. അതുപോലെ ഇവിടെയും കുറേ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലത്ത് ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. നല്ല മഞ്ഞും, ഇപ്പോൾ തണുപ്പ് തുടങ്ങാനുള്ള ഒരു സീസൺ ടൈം തുടങ്ങാനുള്ള സമയമാണ്. ഇതൊക്കെ നമ്മളുടെ വർക്ക്ഷോപ്പിൽ പണിക്ക് വന്നിട്ടുള്ള, ഗ്യാരേജിൽ പണിക്ക് വന്നിട്ടുള്ള വണ്ടികളാണ്. ഇതിപ്പോൾ പുതിയതൊരെണ്ണം വന്ന് കിടക്കുന്നുണ്ട് കണ്ടോ. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടേജ്. ഓക്കെ, ഇതാണ് ഫ്രണ്ടേജ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വണ്ടികൾ ഇവിടെയും നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ പണിക്ക് വന്നിട്ടുള്ളതാണ്. ഓരോന്നോരോന്നായിട്ട് പണിയും. ഇതുപോലെ കാലത്ത് നമ്മൾ പോണ സമയത്ത് ഇതുപോലെ കുറച്ച് ശാന്തമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാലത്തെണിക്കുന്ന സമയത്ത് ശാന്തമായിരിക്കും. ഒരു വണ്ടി ഉണ്ടാവില്ല. ഒരു വണ്ടി മീൻസ് ഇത് മറ്റേ കക്കൂസ് വലിച്ചിട്ട് പോകണം. കക്കൂസ് ഇല്ലേ, ഡ്രൈനേജ്, അത് വലിച്ചിട്ട് പോകണം വണ്ടിയാണ്. അത് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ മാസത്തിലോ 2 മാസം കൂടുമ്പോൾ ഒക്കെ വലിച്ചിട്ട് പോകും. ഇത് കേട്ടോ, ഷവർലൈറ്റിൻ്റെ GT. ഈ വണ്ടി ഏതാണെന്ന് അറിയാമോ ഗൈസ്? ഷവർലൈറ്റ്. അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് ഗൈസ് ഇവിടെ. നമുക്ക് കാണാൻ തന്നെ നമ്മൾ നാട്ടിൽ കാണാത്ത, നാട്ടിലിപ്പോൾ എല്ലാ വണ്ടികളും ഉണ്ടാവും. ഇത് കണ്ടോ, ഹമ്മർ കിടക്കുന്നുണ്ടോ. അങ്ങനെ എല്ലാ വണ്ടികളുണ്ട് ഗൈസ്. ഇത് അടുത്തൊരു വണ്ടിയും കൂടി കാണിച്ചു തരാം ഗൈസ്. കിടക്കണ കിടപ്പ് കണ്ട. നമ്മുടെ നാട്ടിൽ ഇത്രയധികം വണ്ടികൾ പെട്ടെന്ന് കാണാൻ പറ്റും ഗൈസ്. ഇവിടെ എല്ലാം കാണാം ഗൈസ്. അങ്ങനെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പോയി ഒരു ചായ കുടിക്കുക. നമ്മൾ അന്നാൾ പോയിട്ട് ചായ കുടിച്ചില്ല ഗൈസ്. അപ്പോൾ അവിടെ പോയി ഒരു ചായ കുടിക്കുക. അടുത്ത പരിപാടി അതാണ്. ഓക്കെ, അവിടെ നിന്ന് നമ്മളിപ്പോൾ വന്നത്. ഇത് വേറൊരു റൂട്ട്. ഇത് വേറൊരു, ഇപ്പോൾ ക്യാമ്പിന് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അതുപോലെ കണ്ടോ, ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ്. നമുക്ക് സമയമായിട്ടില്ല. നമുക്കുള്ള സമയം പറഞ്ഞാണെന്ന് വെച്ചാൽ 8:30 ഓക്കെ, 8:30 ആകുമ്പോഴാണ് നമുക്ക് ജോലിക്ക് കയറ്റത്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. നല്ല സൺലൈറ്റ് നല്ല പോലെ അടിക്കുന്നുണ്ട്, മോർണിംഗ് സൺലൈറ്റ്. ഇവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. ഇത് നമ്മുടെ മലയാളികളുടെ തന്നെ കഫ്റ്റീരിയ. ഇതിലും പോകാറുണ്ട് ഞാൻ. ഇതിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഉണ്ടോ പീച്ച്. ഇനിയിപ്പോൾ ഇവരിന് തന്നെ ഒരു ഗ്രോസറി ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകും. അപ്പോൾ അവിടെ ചായ കുടിക്കും, അവിടെ തന്നെ ഇരിക്കും, കുറച്ച് നേരം ഇരിക്കും. മൊത്തം വണ്ടി വ്ളോഗ് മാത്രമായ. അപ്പോൾ പോകുന്ന വഴി ഇതുപോലെയൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കേട്ടോ, ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, ഏതാണാവോ അറിയില്ല. ബെൻലിയാണ്, ബെൻലിയുടെ വണ്ടിയാണ് ഗൈസ്. അടിപൊളി വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ചായ കുടിക്കുന്ന ചായക്കട.
എന്തായാലും ചായ കുടിച്ചിട്ട് ബാക്കി വേണ്ട ഗൈസ്. ഇപ്പോൾ ഒരു ചായ നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു ചായ ഗൈസ്, ഈ ഒരു ചായക്ക് 1 റിയാൽ. അപ്പം നമ്മുടെ നാട്ടിലെ പറഞ്ഞാൽ 24 രൂപ സംതിങ് വരുന്നുണ്ട്. 1 റിയാൽ പറഞ്ഞാൽ 24 രൂപ. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ചായ കുടിക്കാൻ എത്രയാണ്? 10 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കമ്പയർ ചെയ്യണ സമയത്ത് കണ്ടല്ലോ, 1 റിയാൽ ഒരു ചായ കുടിക്കണമെങ്കിൽ 1 റിയാൽ കൊടുക്കണം. അപ്പോൾ 24 രൂപയായി. ചിലവ് കേട്ടോ. അതാണ് നാട്ടിലുള്ളതാണ് ഏറ്റവും സ്വർഗം ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ അവിടെ പണി ചെയ്യുന്ന പൈസയൊക്കെ ഇതുപോലെ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും ചിലവ് കൂടുതലായിരിക്കും. നാട്ടിൽ അവർ വിചാരിക്കും പൊട്ടിക്കിടക്കണം, നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ വിചാരിക്കും നല്ല ശമ്പളമാണ്, നല്ലതാണെന്ന്. പക്ഷെ കിട്ടുന്ന ശമ്പളം മൊത്തം ഇതുപോലെ ഒരു ചായ കുടിച്ചാൽ തന്നെ തീരും. അപ്പോൾ ഞാനിപ്പോൾ വർക്ക്ഷോപ്പും കാര്യങ്ങളും കാണിച്ചു തന്നു, അവിടുത്തെ സിറ്റ് ബോർഡൊക്കെ കാണിച്ചു തന്നു. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഡെയിലി ഡേ മൈ ലൈഫല്ലേ പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ്, പിന്നെ എൻ്റെ പേര് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ PK വ്ളോഗ്സ് എന്നാണ്. PK എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ, ആ PK എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ പേര് പ്രസാദ് കാവുപ്പറമ്പ് എന്നാണ്. പ്രസാദ് എന്നും സ്ഥലത്തിൻ്റെ പേര് കാവുപ്പറമ്പ് എന്നാണ്. അങ്ങനെയാണ് ഞാൻ PK വ്ളോഗ്സ് എന്ന് ആക്കിയത്, PK ലൈഫ് എന്നുള്ള ആക്കിയത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു വെച്ചാൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ഇതുപോലെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വെച്ചാൽ അതുപോലെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വ്ളോഗ്. പിന്നെ അങ്ങനെ കുറച്ച് എന്തെങ്കിലും നമുക്ക് സാഹചര്യങ്ങളുണ്ട് പറഞ്ഞാൽ വെച്ചാൽ അതിനെ സംബന്ധമായിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ജീവിത ശൈലിയെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ GCCയോ അല്ലെങ്കിൽ നമ്മളെ ഖത്തറിലേക്കൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരമൊക്കെ ആവും. എന്നുവെച്ചാൽ നമ്മൾ വിസ എടുത്ത് കൊടുക്കുന്നില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി യൂണിഫോമൊക്കെ മാറ്റി അതിന് ശേഷം നമുക്ക് നേരിട്ട് വീഡിയോയിൽ വർക്ക്ഷോപ്പൊന്ന് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്ന പുലിക്കുട്ടി ഇപ്പോഴും വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണത്, അവൻ എവിടേക്കോ കറങ്ങി അടിച്ച് നടക്കണം. ഉണ്ടാ ഉണ്ട് ഗൈസ്. അടുത്ത ദിവസങ്ങൾ അയ്യോ ഇറങ്ങിക്കൂടാ, മാന്തല്ലേ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ കാലത്തെടിറ്റു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്തു, അപ്പോൾ കിച്ചണിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മെസ്സായിരിക്കും ഗൈസ്. അതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സമയത്ത് ഓരോ ദിവസം ഓരോ ആൾക്കാർക്ക് മെസ്സായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി 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 മെസ്സൊക്കെ ചെയ്യും. അപ്പോൾ മെസ്സൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും മെസ്സ് കഴിയും. ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ചായ ഉണ്ടാവില്ല. ആ ചായ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളിതുപോലെ പുറത്ത് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വരും ഗൈസ്. അങ്ങനെ ഇപ്പോൾ ചായക്കൊക്കെ എന്താ വില കണ്ടില്ലേ, 24 രൂപ. നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ 24 രൂപ. അങ്ങനെ ചായ കുടിക്കാൻ വരുമ്പോൾ ചായ കുടി കഴിഞ്ഞു, ഇനി പോയി കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് പണിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ചങ്ക് ബഡീസാണ്. ഒരാൾ വരുന്നുണ്ട്. ഹലോ ഹബീബി, ഗുഡ് മോർണിംഗ്. ഇത് അപ്പുറത്തെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യണതാണ്. അങ്ങനെ കുറേ പേരുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു നായുണ്ട്, കാണാൻ നല്ല ലുക്കുണ്ട്. പക്ഷേ എനിക്ക് ഒരു പേടിയാണ്, ഇവൻ കടിക്കുമോന്ന്. ഉണ്ടോ, പറയാൻ പറ്റില്ല, ചിലപ്പോൾ കയറി കടിക്കാൻ. എന്നെ കുറച്ച് മുമ്പ് നോട്ടം ഇട്ടിട്ട് പോയതാണ്. ഇത് വേറൊരു വർക്ക്ഷോപ്പാണ്. അങ്ങനെ കുറേ വർക്ക്ഷോപ്പുകളുണ്ട് ഗൈസ് ഇവിടെ. ഇത് മറ്റേ ദുൽഖറിൻ്റെ പടത്തിലെ നിസാം പെട്രോൾ അവൻ വാങ്ങണില്ലേ, ലക്കി ഭാസ്കറിലെ അതേപോലത്തെ ഒരു വണ്ടിയാണ്. ഇത് കളർ വ്യത്യാസമുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേയധികം വണ്ടികളും കാര്യങ്ങളും വിശേഷങ്ങളുണ്ട്. അങ്ങനെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഗൈസ്, ഒരുപാട് വിശേഷങ്ങളുണ്ട് നമ്മുടെ ഖത്തറിൽ പറയാൻ. ഓക്കെ, അപ്പോൾ ഡെയിലി ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ലോങ് വീഡിയോ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആൾക്കാരൊന്നും കാണുന്നില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ പറയാനുണ്ട്. അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതൊരു കുറച്ച് ലെങ്തി ആവും തോന്നുന്നുണ്ടല്ലേ. പരമാവധി ഞാൻ കട്ട് ചെയ്ത് ചുരുക്കിയിട്ട് വേണ്ട ഭാഗങ്ങൾ മാത്രം വെച്ചിട്ട് ഇടാനുള്ള ഉദ്ദേശത്തിലാണ്.
അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം ഗൈസ്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യും. എന്തായാലും ഞാൻ ചെയ്യും, വീഡിയോസ് എന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി, അത്രയേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി പോവുക, നേരെ കുളിക്കുക, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. വർക്കിംഗ് ഡ്രസ്സ് ഉണ്ട്, നമ്മുടെ ഒരു കവറോൾ എന്ന് പറയാം, വർക്കിംഗ് ഡ്രസ്സ് എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നേരെ വർക്ക്ഷോപ്പിൽ പോവും. 8:30 ആകുമ്പോഴാണ് ഡ്യൂട്ടി തുടങ്ങുന്നത് നമുക്കിവിടെ. വർക്ക് തുടങ്ങിയാൽ പിന്നെ 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഉള്ള സമയം നോക്കുന്ന സമയത്ത് ഒരു 11 മണിയാകുമ്പോൾ, കാലത്ത് ഒരു 11 മണിയാകുമ്പോൾ ഡ്യൂട്ടി തുടങ്ങി ഒരു 2:30 ആകുമ്പോൾ പണി കഴിയും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 മണിക്കൂർ റെസ്റ്റാണ്. ഭക്ഷണം കഴിക്കാനുള്ള സമയത്തിന് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ വൈകുന്നേരം ഒരു 4 മണി, നമ്മുടെ നാട്ടിൽ 6:30-ക്ക് ശേഷം വീണ്ടും വർക്ക് തുടങ്ങും. അപ്പോഴാണ് ഈ അറബികളൊക്കെ വരുന്നത്. അപ്പോൾ എന്തിനാണെന്നുള്ളത് പറയാം. അപ്പോൾ അപ്പോഴാണ് ഈ അറബികളൊക്കെ പണിക്ക് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ പകൽ പണി നടക്കില്ല ഗൈസ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും പണി കൊണ്ട് വെച്ചാലൊക്കെ നടക്കും. ഇത് കണ്ടോ, കിണ്ണം കാച്ചിയ വണ്ടി, നല്ല ഹൈറ്റുമാണ്, നിസാൻ പാത്രങ്ങളാണ്. പിന്നെ ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, സസ്പെൻഷനൊക്കെ കൂട്ടി, വീലൊക്കെ വലിയ വീലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ഗൈസ്. ഇത് നമ്മളല്ല ചെയ്തത്, ഇത് പുറത്തുനിന്ന് ചെയ്തു വന്നതാണ്, നമ്മുടെ അവിടെ പണിക്ക് വന്നിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനെന്താ പറഞ്ഞു നിർത്തി ഗൈസ്. അപ്പോൾ 6:30 ആകുമ്പോൾ നമ്മൾ വീണ്ടും പണിക്ക് പോകും. നാട്ടിലെ സമയം ഒരു 6:30 ആകുമ്പോൾ, ഇവിടുത്തെ സമയം 4 മണിയാകുമ്പോൾ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട് ഗൈസ്, ഖത്തറും നമ്മുടെ ഇന്ത്യൻ സമയമായിട്ട്. അപ്പോൾ നമ്മളവിടെ പണിക്ക് പോയി പിന്നെ 8:30 വരെയാണ് ഡ്യൂട്ടി. 8:30 വൈകിട്ട് 8:30 വരെ ഡ്യൂട്ടി. അതിൻ്റെ ഒരു 6 മണിയാകുമ്പോൾ ഒരു ചായൻ്റെ ഒരു ബ്രേക്ക് ഉണ്ട് ഗൈസ്. ചായൻ്റെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇവിടെ തന്നെ ചായ ഉണ്ടാക്കും. ഞങ്ങൾ PG എല്ലാം കാണിച്ചതില്ലേ, ഒരു ചായക്കട കാണിച്ചതില്ലേ, അതിന്ന് കടി ഓർഡർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പരിപ്പുവട അല്ലെങ്കിൽ സമൂസ അല്ലെങ്കിൽ പഴംപൊരി, ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് വരും. അത് പിന്നെ മാസത്തിൽ ശമ്പളം കിട്ടുന്ന സമയത്ത് ഒരു തുകയായിട്ട് മുമ്പ് കൊടുക്കും. 30 ദിവസത്തിന് 30 റിയാൽ, ചിലപ്പോൾ 24 റിയാൽ ഇതൊക്കെ വരും മാസത്തിൽ. ആ ഒരു ചിലവുണ്ടാവും. അപ്പോൾ അതും കിട്ടി. പിന്നെ നേരെ നമ്മളിപ്പോൾ വർക്കിന് കയറും. പിന്നെ അതിന് ശേഷം 8:30 ആകുമ്പോൾ വർക്ക് കഴിയും. 8:30 പറയുമ്പോൾ നാട്ടിലെ സമയം 10:30-11 മണി. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി ടൈം. അങ്ങനെയൊക്കെയാണ് പോണത് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലെ അകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടു. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യൂണിഫോം, ഇതാണ് നമ്മുടെ ഇവിടുത്തെ യൂണിഫോമും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഇട്ടു. അപ്പോൾ നമ്മുടേതാണ് വർക്ക്ഷോപ്പ്. ഇത് നമ്മുടെ കൂടെ പാലക്കാടാണ് ഉണ്ണിയേട്ടൻ, നമ്മുടെ ആശാനാണ്. ഇതാണ് കേട്ടോ. പിന്നെ ഇതാ ജാവീദ് ബംഗ്ലാദേശാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോകം. കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ ടിഗ് വെൽഡിങ് ഉണ്ട്. ടിഗ് വെൽഡിങ് നമുക്ക് ഇവിടെ എന്താ പണി എന്നാണ് മച്ചാന്മാർ ചോദിച്ചിരുന്നത്. അപ്പം ഈ ടെർബോ ഇൻസ്റ്റാളിങ്, ഇതുപോലെ പൈപ്പുകളൊക്കെ ഉണ്ടാക്കണില്ലേ, എക്സോസ്റ്റ്, സൈലൻസർ എന്നൊക്കെ പറയില്ലേ ഗൈസ്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നമുക്ക്. കാരണം വെച്ചാൽ മെക്കാനിക്കൽ സെക്ഷനിൽ പണി അവർക്കുണ്ട്, ഇലക്ട്രീഷ്യൻ വേറെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ടിഗ് വെൽഡിങ് ഇതുണ്ട്, ഒരു ഡ്രില്ലിംഗ് മെഷീൻ, ഇതൊരു ടേബിളാണ് ഗ്രൈൻഡ് ചെയ്യാനൊക്കെ പിടിക്കാനൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇതാ ഗ്യാസ് കട്ടിങ് ഇവിടെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു മിഗ് വെൽഡിങ്, ഇത് കണ്ടോ, ഇത് മിഗ് വെൽഡിങ് ചെയ്യുന്നതാണ്. ഈ വർക്ക് സംബന്ധമായിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ പിന്നെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇതൊക്കെ ലേസർ വെൽഡിങ് ചെയ്യുന്നതാണ്. ലേസർ വെൽഡിങ് ചെയ്യുന്നതാണ്. ഇതിൽ ഒന്നിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള മെറ്റീരിയൽ വെൽഡ് ചെയ്യാനും, ഇതൊരെണ്ണം അലൂമിനിയം പോലെ വെൽഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ കോയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇതൊക്കെയാണ് പൈപ്പുകൾ. ഇത് ഒരു വണ്ടിയുടെ സൈലൻസർ പൈപ്പാണ്. സൈലൻസർ പൈപ്പാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇതിൽ വെൽഡ് ചെയ്തിറക്കണം. ഉണ്ടോ, ലേസറിൽ വെൽഡ് ചെയ്തിറക്കണം. ഇതാണ് ലേസറിൽ ഈ മെഷീനിൽ വെൽഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കലാണ് നമുക്ക് ശരിക്കുള്ള പണി. അതുപോലെ മെനിഫോൾഡ് ഉണ്ടോ, ഇത് ലാൻഡ് ക്രൂസർ LCയുടെ പുതിയ ടൈപ്പ് നമ്മൾ ഉണ്ടാക്കണതാണ്. ഫയറിംഗ് മോട്ടർ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കണതാണ്. അതുപോലെ ഇത് എയർ ഫിൽട്ടർ പൈപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വണ്ടിയുടെ അതുപോലെ എയർ ഫിൽട്ടർ പൈപ്പുകൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കും. ഇതാണ് നമ്മുടെ ലോകം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ലോകം. ഈ കാണുന്നതാണ് നമ്മുടെ ലോകം എന്ന് പറയാം. ഇത് കണ്ടിട്ടുണ്ട് ഗൈസ്,
ഈ ചില വണ്ടികൾക്ക് ഇലക്ട്രോണിക് ത്രോട്ടിൽ എന്നൊക്കെ കേട്ടില്ലേ, ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ റിമോട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവുന്ന ഇലക്ട്രോണിക് ത്രോട്ടിൽ സൈലൻസറിൽ ഫിറ്റ് ചെയ്യണതാണ്. ഡപ്പയിൽ ഇതുപോലെ ഈ ഡപ്പയിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്യണതാണ്. ഓക്കെ, എന്ന സമയത്ത് നമുക്കിത് ഇതൊരു മോട്ടറാണ്, ഇത് തന്നെ ഓപ്പൺ ആവും. ഇത് വാൾവ് നമ്മൾ റിമോട്ട് നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇത് സ്വിച്ച് നിൽക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഗൈസ് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾ എന്തായാലും ഉണ്ടാവും, തുടരെ ഓരോരോ വീഡിയോസുകളായിട്ട് ഇടും ഗൈസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കരുത്, ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെന്താണ്, നിങ്ങൾക്ക് വിലയേറെ കമൻറ്റുകൾ ഇതാക്കുക. കാരണം വെച്ചാൽ ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്, ഇപ്പോൾ വീഡിയോ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗൈസ്. Okay, bye.